വ്യക്തി അതിനകത്ത് കൊണ്ടുപോയിട്ട് ആ വ്യക്തിയുടെ തീരുമാനം ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ തീരുമാനം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന രീതിയിൽ സംസാരിക്കുന്ന എനർജി. നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഇടയിലല്ലാതെ മറ്റുള്ളവരുടെ ചെവികളിൽ എത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഡിസൈഡ് ചെയ്യുന്നു. അതാണ് എനിക്ക് തോന്നുന്നു മാരിഡ് അല്ലെങ്കിൽ അഥവാ കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലവ് ലൈഫിൽ നിൽക്കുന്നവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ പറയുന്നു, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അവര് വേറെ ആരോടോ ചിലവഴിക്കുന്ന സമയം വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ ഇടയിൽ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നിങ്ങളാണിത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് അവരുടെ മനസ്സിൽ പല ആൾക്കാരും ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഗൈസ്, നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാളായിരുന്നെങ്കിൽ, ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം വഴക്കടിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അതായത് എന്നാ പിന്നെ എന്തിനാണ് ഇത് കൺഫർമേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നത്, വേണ്ടിയിരുന്നില്ലല്ലോ, നിർത്തിപ്പൊയ്ക്കൂടായിരുന്നില്ലേ എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓവറോൾ എനർജിയിൽ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡീപ്പ് ആകാനാണ് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി കരുതലുകൾ വരാനാണ് പോകുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലോ ഇരിക്കട്ടെ, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം നിങ്ങൾ ക്ലോസ് ആകും, അല്ലെങ്കിൽ അടുപ്പമുണ്ടാകും. നിങ്ങൾ എത്ര തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ വഴക്ക് അടിച്ച വ്യക്തികളാണെങ്കിലും ഈ ഒരു വർഷത്തിന്റെ പോക്കനുസരിച്ച് നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഇങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഡീപ്പ് കണക്ഷനിൽ വരും. വഴക്കടിക്കില്ല എന്നതല്ല, പക്ഷെ എന്താ പറയാ, നമ്മൾ കുറച്ചും കൂടി അടുത്തു എന്ന് പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങളുടെ ലവ് ലൈഫ് മാറും. അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്ന ഒരു മോഡിലേക്ക് നിങ്ങൾ എത്തും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലി എഗ്രി ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടേതെങ്കിൽ പോലും കുറെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ പറഞ്ഞു ഉറപ്പിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആണ് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ചുരുക്കം ആൾക്കാർക്കാണ് അത് പോസിബിൾ ആണ് 2025 അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു പ്രസന്റ് വർഷത്തിൽ നിങ്ങൾക്ക് അത് പോസിബിൾ ആണ് എന്ന് ചുരുക്കം ചിലർക്കാണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ദയവേത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്പാരിസൺ നടത്താതിരിക്കുക. മുമ്പ് എന്നെ കല്യാണം കഴിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, മുമ്പ് ഞാൻ പ്രണയിച്ച ആൾ നല്ലതായിരുന്നു, ഇങ്ങനത്തെ രീതിയിലുള്ള മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ ഒഴിവാക്കുക. കാരണം അത് നിങ്ങളുടെ പേഴ്സണെ ഒരു പരിധിവരെ ഹേർട്ട് ചെയ്തേക്കാം. അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. സോ എന്റെ അഭിപ്രായത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അത് അവർക്ക് ബുദ്ധിമുട്ട്.